നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പെഷ്യലാണ്, വേറൊന്നുമല്ല. ആഫ്റ്റർ എ ലോങ് ടൈം, അറൗണ്ട് 3 to 4 months ശേഷം ഞാനൊരു ഫുട്ബോൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ISL മുന്നേ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീമിയർ ലീഗ്സ്, അതുപോലെ തന്നെ ബുണ്ടസ് ലീഗ പോലത്തെ ലീഗ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ ചാനൽ ഏപ്രിലിൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഫുട്ബോളാണ്. അങ്ങനെ തന്നെയാണ് ഈ ചാനൽ വളർന്നു വന്നത്. ഫുട്ബോൾ തന്നെയാണ് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഫുട്ബോളിൻ്റെ മുന്നത്തെ റിസൾട്ട്സും വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബേൺലിയും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പ്രീമിയർ ലീഗ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതുവരെയും എൻ്റെ ഫുട്ബോൾ പ്രഡിക്ഷൻസ് കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് പോലെ എടുക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അൺനോൺ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഞാൻ ബോറടിപ്പിക്കുന്ന ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇന്നൊരു കിഡിലും ഫാൻറ്റസി ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് ലീഗ് എക്സ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കാം. അപ്പോൾ ഈ ലീഗ് എക്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബോണസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഒത്തിരി അധികം ബോണസ് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ വാലറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 25 rupees ക്യാഷ് ബോണസ് ഇവിടെ ലഭ്യമാണ്, ഇവിടെ കാണാം. അതുപോലെ തന്നെ വേറെ ഇഷ്ടം പോലെ ക്യാഷ് ബോണസ് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അല്ലാതെ ക്യാഷ് ബോണസ് ഓഫേഴ്സ് വന്നാലേ നമുക്ക് അല്ലെങ്കിൽ ഓരോരോ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ മാത്രമല്ല ക്യാഷ് ബോണസ് വരുന്നത്. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ 100% യൂസബിൾ ആണ്. ഏതൊരു ലീഗിലാണെന്നുണ്ടെങ്കിലും വേറെ ഒരു ആപ്പിനും ഇങ്ങനൊരു സംഭവം ഇല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മെഗാ ലീഗൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 10 ടീംസ് ആണെന്നുണ്ടെങ്കിൽ 7 എണ്ണം നിങ്ങളുടെ ക്യാഷ് വെച്ച് ജോയിൻ ചെയ്യാം, ബാക്കി 3 എണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അതായത് 7 ടീംസിന് ക്യാഷ് മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ വേറെ ആപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരു ലെവൽ എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ ഓപ്പൺ ആവത്തുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ ഓപ്പൺ ആവും. കാരണം ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗ് എക്സ് ആണ്. പിന്നെ ഓരോരോ കോൺടെസ്റ്റ് നിങ്ങൾ കളിച്ച് ജയിക്കുമ്പോൾ നിങ്ങൾക്ക് XP, നിങ്ങൾ മുന്നേ കുറേ ആപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, XP നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ പോയിൻറ്റ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിഡീം ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ബോണസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ആപ്പിനും ഈ ഒരു ഫീച്ചർ ഇല്ല ഇന്നേ വരെ. സോ ആ ഒരു കാര്യം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ ലീഡർ ബോർഡിൽ നിങ്ങൾ ഫസ്റ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലീഡർ ബോർഡ് ഓഫേഴ്സ് വേറെ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ കോൺടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഓപ്പോണൻ്റായിട്ട് വരുന്നവർ നിങ്ങൾക്ക് റൈവൽസ് ആക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആക്കാം. നിങ്ങൾക്ക് അവരെയൊക്കെ ചലഞ്ച് ചെയ്യാം കോൺടെസ്റ്റുമായിട്ട്. നിങ്ങൾക്ക് ആ ഒരു പ്ലെയറുമായിട്ട് നിങ്ങൾ കളിച്ച് തോറ്റു എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലെയറുമായിട്ട് പിന്നെയും നിങ്ങൾക്കൊരു ചലഞ്ച് കൊടുക്കാം. അപ്പോൾ ആ പ്ലെയർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ആ ഒരു പ്ലെയറിൻ്റെ കൂടെ കളിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് മെയിനായിട്ട് തന്നെയുണ്ട്. 100% ക്യാഷ് ബോണസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേറെ ഒരൊറ്റ ആപ്പും ഇല്ല. നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ലീഗ് എക്സിൽ ജോയിൻ ചെയ്യുന്നത് യൂസ്ഫുൾ ആണ്. ഫാൻറ്റസി ക്രിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫാൻറ്റസി ഫുട്ബോളും ഉണ്ട്. ടീം സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ബാറ്റിംഗ്, വിക്കറ്റ് കീപ്പിംഗ്, ഓൾറൗണ്ടർ, ഇതെല്ലാം അതേ ചോയ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആണെങ്കിലും മറ്റുള്ള ആപ്പ് പോലെ അല്ല, കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ടീം ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ആപ്പും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ട്രൈ ചെയ്യുക. സോ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് പ്രീമിയർ ലീഗ് സൈഡ് ആകുമ്പോഴാണ് സിൻസ് ആർസണൽ ഇൻ 2002 ടു വിൻ 13 സക്സസീവ് ഗെയിംസ് ഇൻ ഓൾ ദ കോമ്പറ്റീഷൻ വെൻ ദേ മേക്ക് ട്രിപ്പ് ടു ബേൺലി. സോ ബേൺലിയുടെ ഹോം മാച്ച് തന്നെയാണ് അഡ്വാൻറ്റേജ് ബേൺലിക്ക് ഉണ്ട് ഹോം മാച്ച് ആയതിൻ്റെ. ബട്ട് സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ലുക്കിംഗ് ഇൻ ഒമിനസ് ഫോം, എക്സ്ട്രാordinary റൺ ഓഫ് ഫോം ആണ് പാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. സോ ടോപ്പ് ഓഫ് ദ ടേബിളിൽ നിൽക്കുന്ന ഒരു ടീമും കൂടിയാണ് പ്രീമിയർ ലീഗ്. ബേൺലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ റീസെൻ്റ്ലി അവർ ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയി ബീറ്റ് ചെയ്തു. അതുപോലെ ബട്ട് ഡിഫീറ്റ് ടു ചെൽസിയെ ലാസ്റ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 plays എബോവ് ദ റെലഗേഷൻ സോൺ, വളരെ താഴെത്തട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ബേൺലി. പക്ഷേ റീസെൻറ്റ് കുറച്ച് മാച്ചസ് അറ്റ്ലീസ്റ്റ് അവരുടെ ഹോമിൻ്റെ റെക്കോർഡ്സ് നോക്കുമ്പോൾ വളരെയധികം സാറ്റിസ്ഫൈങ് ആണ്. പക്ഷേ സിറ്റിയുടെ ഒമിനസ് ഫോം അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് സിറ്റിയുടെ ഒരു വിന്നിന് തന്നെയാണ്. ബേൺലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ലാസ്റ്റ് റിസൾട്ട് 2-0 അവർ തോറ്റു എഗൻസ്റ്റ് ചെൽസി. ഇനി ആ ഒരു മാച്ചിൻ്റെ പ്രഡിക്ഷൻ നമുക്ക് പറയാം, മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് പറയാം. ബേൺലിക്ക് 29% പൊസഷനായിരുന്നു ആ ഒരു മാച്ചിൽ. ജസ്റ്റ് ഒരു ഷോട്ടാണ് ടാർഗറ്റിൽ ഫേസ് ചെയ്തിരിക്കുന്നത്, അത് ഒരെണ്ണം പോലും ടാർഗറ്റിലും മീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഷോട്ട്സ് ഓൺ ഗോൾ 1 ആണ് ഓഫ് ദ ടാർഗറ്റ്. അപ്പോൾ ചെൽസിക്ക് 19 അറ്റംപ്റ്റ് ആയിരുന്നു ഓൺ ദ ഗോൾ, 8 ഓൺ ടാർഗറ്റ്. ദാറ്റ് മീൻസ് ദ ഡിഫൻസ് വാസ് വെരി പുവർ ഫോർ ബേൺലി. അക്ലിപ്പോറ്റ 40th മിനിറ്റിലൊരു ഗോൾ, പിന്നെ അലോൺസോ 84th മിനിറ്റിലാണ് ഗോൾ സ്കോർ ചെയ്യിക്കുന്നത് ഫോർ ചെൽസി.
ഇനി ഒരു കോമൺ ആസ്പെക്ട് ബേൺലി സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഒത്തിരിയധികം നിൽ സ്കോർസ് ഉണ്ട്. ഇപ്പോൾ തോറ്റു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ നില്ലിനായിരിക്കും തോൽക്കാൻ പോകുന്നത്. ഒരു 0-2 0-1 എന്നുള്ള പ്രതീതിയിലാണ്. അപ്പോൾ ഒത്തിരിയധികം നിൽ സ്കോർസ് ബേൺലിക്ക് സംബന്ധിച്ചുണ്ട്. ഇനി ഈ ഒരു ഫിക്ചറിന് മുന്നേ ഉള്ള ഫിക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേൺലി ഇതുവരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ ജയിച്ചിട്ടില്ല ഇൻ ദ ലാസ്റ്റ് 9 ലീഗ് ഗെയിംസ്. സോ ഇറ്റ്സ് എ പ്രെറ്റി ഗുഡ് റെക്കോർഡ് ഫോർ മാഞ്ചസ്റ്റർ സിറ്റി. അതുപോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റെക്കോർഡ്സ് വാസ് ഇൻ ഒമിനിയസ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഇസ് മാസീവ്. കാരണം ലാസ്റ്റ് അവരുടെ മാച്ച് നോക്കുകയാണെങ്കിൽ അവർ ഷെഫീൽഡ് യുണൈറ്റഡുമായിട്ട് ഒരു വിൻ എടുത്തായിരുന്നു. ജസ്റ്റ് 1-0 എന്നുള്ളൊരു വിന്നാണ്. ബട്ട് ഷെഫീൽഡ് യുണൈറ്റഡിനെ അവർ തോൽപ്പിച്ചായിരുന്നു. ഇനി ആ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 74% ആയിരുന്നു പൊസഷൻ. 10 ഷോട്ട്സ് ആയിരുന്നു ഓൺ ദ ഗോൾ ആൻഡ് 5 ഓഫ് ദം ഓൺ ദ ടാർഗറ്റ്. ഇനി ഒരൊറ്റ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഗബ്രിയൽ ജീസസ് ആണ് 9th മിനിറ്റിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷെഫീൽഡ് യുണൈറ്റഡ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ബാക്കി ഗോൾസ് ഒന്നും ക്ലിയർ ആയിരുന്നത്. ഷെഫീൽഡ് യുണൈറ്റഡ് 4 ഷോട്ട്സ് ആണ് അടിച്ചത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഓൺ ദ ടാർഗറ്റ്. ഇനി ഇത് ബേസിക്കലി ഇവരുടെ ട്രെൻഡാണിത്. ഇനി അവരുടെ കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരെ കളിക്കുന്ന ഒപ്പോണൻസിന് ഒരു പ്രാവശ്യം മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇൻ ദോസ് ക്ലാഷസ്. അപ്പോൾ ഇൻ ദ ലാസ്റ്റ് 6 ഗെയിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഹാസ് ഹാപ്പൻഡ് 5 ടൈംസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ക്ലീൻ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പോണന്റ് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 6 മാച്ച് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് സിറ്റി ആണെന്നുണ്ടെങ്കിൽ 16 ഗോളാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഗോൾസ് ആക്സെപ്റ്റഡ് ജസ്റ്റ് 1. സോ ഈ ഒരു മാച്ചിലും ക്ലീൻ ഷീറ്റ് കിട്ടോ അതോ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇനി അവരുടെ പ്രീവിയസ് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ബീൻ റിമെയിൻ അൺഡിഫീറ്റഡ് ബൈ ബേൺലി when they are playing away from home in the last 4 matches in the league. So traveling fans have really enjoyed these clashes. ഇനി are unbeaten in their last 2 away games. ഇനി away ആണെങ്കിലും home ആണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് is looking in massive form. സോ നമ്മുടെ ഫോം നോക്കുകയാണെങ്കിൽ ബേൺലിയുടെ പ്രീമിയർ ലീഗ് ഫോം ആണെങ്കിൽ വിൻ ലോസ് വിൻ ലോസ്. ബേൺലി ഓൾ ദ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ലോസ് വിൻ ലോസ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫോം മാസ്റ്റർ ലീഗ് ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് ഫോം everything is winning in all competition, everything is winning. So Manchester City huge favorites. ടീം ന്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബേൺലിയുടെ കോച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് സീൻ ഡീച്ച്. അതായത് ചാൾസ് ടൈലറും അതുപോലെ തന്നെ ആഷ്ലി ബേൺസും കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അഗൻസ്റ്റ് സിറ്റി. അതുപോലെ റോബി ബാർഡി ക്രിസ് വുഡും മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ ബേൺലിക്ക് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഷോർട്ടാണ് അറ്റ്ലീസ്റ്റ് ഇൻ ടഫ് മാച്ച്. ജോർജ് ബ്രൗൺ ഹില്ല് ശരിക്കും പറഞ്ഞാൽ അല്പം ഇഞ്ചുറി സ്കെയർ ഉണ്ട്. സോ അസസ് ചെയ്തതിന് ശേഷം മാത്രമേ പുള്ളിയെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഫൈനൽ 11-ൽ. സെർജിയോ അഗ്വാറോ ട്രെയിനിങ്ങിന് വേണ്ടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ റിക്കവറിംഗ് ഫ്രം COVID-19. പക്ഷേ മേ ബി സബ് ഇറങ്ങാനേ ചാൻസ് ഉള്ളൂ. മെയിൻ പ്ലേയിങ് ലെവലിൽ കളിക്കാനുള്ള ചാൻസസ് ഇല്ല. ഫുള്ളി ഫിറ്റ് അല്ല. കെവിൻ ഡുബ്രൈനെ ആൻഡ് നത്തനൊക്കെ കൺഫേംഡ് ആബ്സെൻറ്റീസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവർ കളിക്കത്തില്ല. റിയാദ് മെഹറേസ് ശരിക്കും പറഞ്ഞാൽ ഈസ് സെറ്റ് ടു സ്റ്റാർട്ട് ദിസ് മാച്ച്. അതുപോലെ തന്നെ ബേൺലിക്കെതിരെ മാസീവ് ഫോം ഉള്ള ഒരു പ്ലെയറാണ് റിയാദ് മെഹറേസ്. അതുപോലെ ജോൺ സ്റ്റോൺസ്, ജോയ് കാൻസലോ, റോഡ്രി, റഹീം സ്റ്റെർലിംഗ് എല്ലാവരും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് ഇൻ സ്റ്റാർട്ടിംഗ് 11. മാച്ച് ഫാക്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് വോൺ ദെയർ ലാസ്റ്റ് 8 മാച്ചസ്. നോ ഡൗട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വോൺ ദെയർ ലാസ്റ്റ് 7 മാച്ചസ് അഗൈൻസ്റ്റ് ബേൺലി ഇൻ ഓൾ കോമ്പറ്റീഷൻ. അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാസ് കെപ്റ്റ് എ ക്ലീൻ ഷീറ്റ് in all the last 5 matches. Manchester City has been winning at both half time and full time in 7 of their last 8 matches. Manchester United has scored at least 3 goals in 6 of their last 7 matches against Burnley in all the competition. അതുപോലെ against Burnley 7 മാച്ചിൽ 6 എണ്ണത്തിലും അവർ ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് both away and home. അതുപോലെ ബേൺലിക്കെതിരെയുള്ള ലാസ്റ്റ് 7 മാച്ചസിൽ 6 എണ്ണത്തിലും അവർ ഹാഫ് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും വിന്നിംഗ് സോണിൽ തന്നെയാണ്. അതുപോലെ ബേൺലി ഹാസ് സീൻ ഓവർ 2.5 ഗോൾസ് ഇൻ 6 ഓഫ് ദെയർ ലാസ്റ്റ് 7 മാച്ചസ് അഗൈൻസ്റ്റ് മാൻ സിറ്റി ഇൻ ഓൾ ദ കോമ്പറ്റീഷൻ. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗോൾസ് ആണ്, അല്ലാതെ ബേൺലി അടിച്ചു എന്നുള്ളതല്ല. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 2.5 ഗോൾസിന് എബോവ് പോകാറുണ്ട് ഇൻ 6 ഓഫ് ദെയർ ലാസ്റ്റ് 7 മാച്ചസ്. അതുപോലെ ബേൺലിയുടെ ലാസ്റ്റ് 7 ഗെയിംസ് നോക്കുകയാണെങ്കിൽ അതിൽ 6 എണ്ണത്തിലും 2.5 ഗോൾസിന് താഴെ പോയിട്ടുള്ളൂ. സോ നമുക്ക് പ്രിഡിക്ഷൻ വരുമ്പോൾ കാണാം എത്രയാണ് നമ്മൾ ഗോൾസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇനി ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ടു ഹെഡ് സ്ട്രെച്ചിങ് ബാക്ക് ടു 26/1/2019. സോ ചെറിയൊരു സോഴ്സ് ഓഫ് ആംഗ്വിഷ് ഫോർ ബേൺലി. ഇനി ഒത്തിരി അധികം ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ കളിക്കുമ്പോഴത്തേക്ക്. 24 ഗോൾസ് ആണ് ടോട്ടൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ആവറേജ് 4 ഗോൾസ് പെർ മാച്ച്.
അതുപോലെ പ്രീവിയസ് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28-11 മാച്ച് നടന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5-0 എന്നുള്ള രീതിയിൽ ബേൺലിയെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ 68% ആയിരുന്നു പൊസഷൻ, 19 ഷോട്ട്സ് ഓൺ ഗോൾ ആൻഡ് 6 ഓൺ ടാർഗറ്റ്. ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്നത് none other than റിയാദ് മഹ്റേസ് 6th മിനിറ്റ് 22-69, അതുപോലെ ബെഞ്ചമിൻ മെൻഡി, പിന്നെ ഫെറാൻ ടോറസ്. ബേൺലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ഷോട്ടാണ് അറ്റ് ദ ഗോൾ, അതിൽ ഒരെണ്ണം മാത്രമായിരുന്നു ഓൺ ദ ടാർഗറ്റ്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 28 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബേൺലി ആയിട്ട് 5-0 ജയിച്ചു. സെപ്റ്റംബർ 30 3-0 എവേയിൽ ജയിച്ചു. അതുപോലെ ജൂൺ 23 5-0 അഗൈൻ ഹോമിൽ ജയിച്ചു. ഈ ഒരു അവസരത്തിൽ മാത്രമാണ് ബേൺലി ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഡിസംബറിൽ. എന്നാലും മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ജയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 28 1-0 ജയിച്ചു. ജാനുവരി 26 5-0 ജയിച്ചു. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ടൈം മാത്രമാണ് ഒരു ഗോൾസ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റ് 6 ഹോം മാച്ചസ് ഫോർ ബേൺലി നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയോട് കൂടി 3-2 ജയിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൂടെ 0-1 തോറ്റു. അഗൈൻ ഷെഫീൽഡ് യുണൈറ്റഡിനൂടെ 1-0 ജയിച്ചു. വോൾവർ ഹാംപ്ടണുമായിട്ട് 2-1 ജയിച്ചു. എവർട്ടനായിട്ട് 1-1 ഒരു ഡ്രോ പിടിച്ചു. അതുപോലെ ക്രിസ്റ്റൽ പാലസുമായിട്ട് 1-0 ജയിച്ചു. ഇനി ഇവരുടെ ഗോൾ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ പാലസുമായിട്ടും എവർട്ടനുമായിട്ടും ഒക്കെ ഡ്രോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ പാലസുമായിട്ട് ജയിച്ചു, ഷെഫീൽഡ് വരെ ജയിച്ചു, ആസ്റ്റൺ വില്ല വരെ ജയിച്ചു. അപ്പോൾ ലാസ്റ്റ് 6 മാച്ചസ് നോക്കുകയാണെങ്കിൽ 3 എണ്ണത്തിലും ജയിച്ചിട്ടുണ്ട്. ടോട്ടൽ 4 എണ്ണമേ ശരിക്കും പറഞ്ഞാൽ ബേൺലി ജയിച്ചിട്ടുള്ളൂ. അതിൽ 3 എണ്ണം ശരിക്കും ഹോം മാച്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് 6 എവേ മാച്ചസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബ്രോംവിച്ചിൻ്റെ കൂടെ 5-0 ജയിച്ചു. മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി നോക്കുമ്പോൾ ഒരൊറ്റ ഗോൾ ക്ലീൻ ഷീറ്റ് പോയെന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു. സതാംപ്ടൻ്റെ കൂടെ ജയിച്ചു, ക്ലീൻ ഷീറ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി 0-0 ഡ്രോ ആയിരുന്നു. ടോട്ടൻഹാമിൻ്റെ കൂടെ 2-0 എന്നുള്ള രീതിയിൽ തോറ്റു. ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ കൂടെ 0-1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എവേ ഫോം നല്ലതാണ്, അറ്റ്ലീസ്റ്റ് എഗൻസ്റ്റ് വീക്ക് ടീംസ്. ബേൺലി വീക്ക് ടീം തന്നെയാണ്, ബട്ട് ഹോം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് സ്റ്റിൽ. സോ അടുത്തത് പ്രഡിക്ഷൻ ആണ്. അപ്പോൾ പ്രഡിക്ഷന് പോകുന്നതിന് മുമ്പേ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്സിലേക്ക് നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ടോപ്പിൽ നിൽക്കുകയാണ്. ലാസ്റ്റ് 5 ഗെയിംസ് അവർ ജയിച്ചിട്ടുണ്ട്, 44 പോയിന്റുമായിട്ട്. ബേൺലിയുടെ 22 പോയിന്റുമായിട്ട് നമ്പർ 16 ഒരു 2 പോയിന്റ്സ് താഴെ പോയിരുന്നെങ്കിൽ 20 ആയിരുന്നെങ്കിൽ വീണ്ടും 20 അല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 14 നല്ല ഡിഫറൻസ് ഉണ്ട് റെലഗേഷൻ സോണിൻ്റെ. ബട്ട് സ്റ്റിൽ റെലഗേഷൻ സോണിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോഴും അവരുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഹോം അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേൺലി ഇവിടെ നമ്പർ 13 നിൽക്കുന്നത്. അതുപോലെ എവേ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി നമ്പർ 6 അത്രയും ബെനിഫിഷ്യൽ അല്ല ഹോമിൽ. ബട്ട് മാഞ്ചസ്റ്റർ സിറ്റി നമ്പർ 1 എവേയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നമ്പർ 1, മാഞ്ചസ്റ്റർ സിറ്റി ഓൺ ദ 6th പൊസിഷൻ. കാരണം ചില ടീംസിൻ്റെ കൂടെ അവർ തോറ്റിട്ടുണ്ട്, ബട്ട് ടോപ്പ് സൈഡ്സിൻ്റെ കൂടെ മാത്രമേ തോറ്റിട്ടുള്ളൂ. ലോ ടീംസിൻ്റെ കൂടെ അവരങ്ങനെ തോറ്റിട്ടില്ല. ഇനി ഇവിടെ നമ്മൾ ഹെസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി ഇവരുടെ ഹോം ഗ്രൗണ്ടിലുള്ള ഇവരുടെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ എവയുടെ സ്റ്റാറ്റ്സുമാണ്. ബേൺലിയും ആസ്റ്റൺ വില്ലയും അതുപോലെ ബേൺലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ കാണിച്ച പോലെ തന്നെ. ഇനി ഹെഡ് ടു ഹെഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്ന ആരാണെന്ന് നോക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മാച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്ന ഫെറാൻ ടോറസും റഹീം സ്റ്റെർലിംഗ് 2 ഗോൾസ്. അതിൻ്റെ നെക്സ്റ്റ് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിയൽ ജീസസ് 2, റോഡ്രി 1. അതിനും ശേഷമുള്ള ഒരു റീസെന്റ് മാച്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയാദ് മഹ്റേസ് 3 ഗോൾസാണ് സ്കോർ ചെയ്യുന്നത്. വേറസ് ഫെറാൻ ടോറസ് ഓൾസോ ഹീ സ്കോറിംഗ്. അതുപോലെ തന്നെ ബെഞ്ചമിൻ മെൻഡി. ഇവിടുത്തെ വീണ്ടും ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അഗൈൻ റിയാദ് മഹ്റേസ് 2 പ്രാവശ്യം ഗോൾ അടിച്ചിട്ടുണ്ട്. ഫിൽ ഫോഡൻ 2, അതുപോലെ ഡേവിഡ് സിൽവ 1. സോ നമുക്ക് നമ്മുടെ സ്റ്റാറ്റ്സിലേക്ക് വേണം. മാച്ച് നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ 3 ഫെബ്രുവരി 11:30 ഇനിയുടെ പ്ലേയേഴ്സിന്റെ ഒരു പ്രോബബിൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ടുള്ള നിക് ബോക്ക്, പിന്നെ മാത്യു ലൂട്ടൺ, ജെയിംസ് ടാസ്കോസ്കി, ബെൻ മീ, എറിക് പീറ്റേഴ്സ്, ഡ്വൈറ്റ് മെക്നെയിൽ, ജാക്ക് കോർക്ക്, ആഷ്ലി വെസ്റ്റ്വുഡ്, റോബി ബ്രാഡി, ജെയ് റോഡ്രിഗസ് ആൻഡ് മെത്തേജ് വൈഡ്ര. ഇവിടെ നോക്കുകയാണെങ്കിൽ റിയാദ് മഹ്റേസ്, ഗബ്രിയൽ ജീസസ്, റഹീം സ്റ്റെർലിംഗ്, എക്കെ ഗുണ്ടഗൻ, റോഡ്രി, ബെർണാഡോ സിൽവ, കൈലി വാക്കർ, റൂബൻ ഡയസ്, ജോൺ സ്റ്റോൺസ്, ജോയ് കാൻസലോ ആൻഡ് അവരുടെ ഗോളിയായിട്ടുള്ള എഡർസൺ. ശരിക്കും പറഞ്ഞാൽ അവരുടെ റൂബൻ ഡയേഴ്സ് ഒക്കെ വന്നതിന് ശേഷം ശരിക്കും അവരുടെ പീക്ക് എന്ന് പറഞ്ഞാൽ റൂബൻ ഡയേഴ്സ് തന്നെയാണ് ഡിഫൻഡറിൽ നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. റൂബൻ ഡയേഴ്സ് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെയാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻമീം അതുപോലെ തന്നെ ടർസ്കിയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് നമുക്ക് പറയാം. ജോൺ സ്റ്റോൺസ് ആൾസോ ഈസ് ഡൂയിങ് എ ഫെയർ ജോബ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാറ്റ്സിലേക്ക് പോകാം. മെയിൻ ആയിട്ട് അവരുടെ ഗോൾ സ്കോർസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇക്വേ ഗുണ്ടകനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റഹീം സ്റ്റെർലിംഗ് ഈ ഒരു സീസണിൽ വലിയൊരു പെർഫോമൻസ് ഇല്ല. അതുപോലെ തന്നെ റിയാദ് മഹ്റേസ്, ഫിൽ ഫോഡൻ, കെവിൻ ഡു ബ്രൂയ്നെ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം എല്ലാ രീതിയിലും പെർഫോമൻസ് വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട്
അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ടുള്ള റഹീം സ്റ്റെർലിംഗ് ഒരു ചെറിയൊരു ഔട്ട് ഓഫ് ഫോം എന്നുള്ള രീതിയിലാണ്, അലോങ് വിത്ത് റിയാദ് മാഹ്റസിന് അതുപോലെ ഒത്തിരിയധികം സ്റ്റാർട്ടിംഗ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഫിൽ ഫോഡൻ, കെവിൻ ഡുബ്രൈനെ ആക്ച്വലി ഔട്ട് ആയതുകൊണ്ടും ഗബ്രിയൽ ജീസസും അതുപോലെ തന്നെ റഹീം സ്റ്റെർലിംഗ് ആയിരിക്കും സ്ട്രൈക്കറുടെ പൊസിഷനും അലോങ് വിത്ത് റിയാദ് മാഹ്റസ്. അപ്പോൾ 3 പേർക്ക് ഈ ഒരു മാച്ചിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അലോങ് വിത്ത് റിയാദ് മാഹ്റസിന് എഗൻസ്റ്റ് ബേൺലി നല്ല റെക്കോർഡ്സും ഉണ്ട്. അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അഗെയിൻ കെവിൻ ഡുബ്രൈനെ 10 അസിസ്റ്റ്, നോ ഡൗട്ട്. റഹീം സ്റ്റെർലിംഗ് ഇവിടെ 4, ജോ കാൻസെലോ 2. പെനാൽറ്റി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗുണ്ടകനാണ്. ശരിക്കും പറഞ്ഞാൽ കെവിൻ ഡുബ്രൈൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇക്കയാണ് എടുക്കാൻ പോകുന്നത്. അതുപോലെ ഫ്രീ കിക്ക് ആണെങ്കിലും ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് റഹീം സ്റ്റെർലിംഗ് എടുക്കുന്നുണ്ട്, ഗുണ്ടകൻ എടുക്കുന്നുണ്ട്. റിയാദ് മാഹ്റസ് കളിക്കുകയാണെങ്കിൽ റിയാദ് മാഹ്റസും എടുക്കാറുണ്ട്. ഇനി ഇവിടെ ടാക്കിൾസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്കിൾസ് എടുത്തിരിക്കുന്നത് ജോയ് കാൻസലോ, പിന്നെ റോഡ്രി സപ്പോസ് മിഡ്ഫീൽഡിൽ കളിക്കുകയാണെങ്കിലും ഹീസ് ലൈക്ക് തിയാഗോ അൽക്കന്റാറ, നമ്മുടെ ലിവർപൂളിന്റെ പ്ലെയർ ആണ്, എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് മിഡ്ഫീൽഡിൽ പൊസിഷൻ വരുന്നത്. രണ്ടുപേരും സ്പെയിനിന്റെ പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ റോഡ്രിയും തിയാഗോ അൽക്കാൻഡ്രയും സെയിം വർക്ക് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടാക്കിൾസിന്റെ കാര്യത്തിൽ. ഇന്റർസെപ്ഷന്റെ കാര്യത്തിൽ ഇവിടെ നമുക്ക് നോക്കാം. റോബൻ ഡയസും ജോയ് കാൻസലും തന്നെയാണ് നമ്പർ വന്നിരിക്കുന്നത്. പിന്നെ ഒലക്സാണ്ടർ സിൻചെൻകോ, പിന്നെ നത്തനാക്കയുടെ ഡിഫൻഡർ പൊസിഷൻ പോയതിനു ശേഷം ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ഡൂയിങ് ഗുഡ്. അക്കെ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. ക്ലിയറൻസിന് അഗെയിൻ റൂബൻ ഡയസ് എന്തുകൊണ്ടാണ് ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായത്. അതായത് ക്ലിയറൻസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണോ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. സോ റൂബൻ ഡയസ് തന്നെയാണ് ഇവിടെ പൊസിഷനിൽ നിൽക്കുന്നത്. യെല്ലോ കാർഡ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ജോ കാൻസലോ 3 കാർഡ്സ് ഉണ്ട്, റൂബൻ ഡയസിന് 2, അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ബേൺലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്നത് അവരുടെ ഡിഫൻഡേഴ്സ് തന്നെയാണ്, ബെൻമി അതുപോലെ തന്നെ നിക് പോക്വ. ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്നത് 4 ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എഗൈൻ അവർ ഡിഫൻഡർ 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഷ്ലി ബേൺസ് 2 ഗോൾ. അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അഗൈൻ വെസ്റ്റ്വുഡ് 2, മക്നെയിൽ 2. മക്നെയിൽ അവർ നല്ലൊരു പ്ലെയർ തന്നെയാണ്, മിഡ്ഫീൽഡിൽ കളിക്കുന്നതാണ്. പെനാൽറ്റി എടുത്തിരിക്കുന്നത് ആഷ്ലി ബേൺസ് ആണ്. ആഷ്ലി ബേൺസ് നമ്മുടെ പ്രോബബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്താ പറയുക, ടാക്കിൾസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ജെയിംസ് ടാസ്കോസ്കി, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജെയിംസ് ടാസ്കോസ്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ടാക്കിൾസിന്റെ കാര്യത്തിൽ. അതുപോലെ ഇന്റർസെപ്ഷൻസ് ജോഷ് ബ്രൗൺഹിൽ, അതുപോലെ തന്നെ ജിം ഡുന്നെ. ക്ലിയറൻസിന്റെ കാര്യത്തിൽ ബെൻമി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ബെൻമി അലോങ് വിത്ത് ജെയിംസ് ടാസ്കോസ്കി. ഞാൻ കൂടുതൽ പറയുന്നത് ബെൻമിയാണ്. കാരണം ഒപ്പോണന്റിന്റെ ഗോൾ ചാൻസസ് കുറയ്ക്കുന്നതിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് ബെൻമി തന്നെയാണ്, അലോങ് വിത്ത് ജെയിംസ് ടാസ്കോസ്കി. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ നിങ്ങൾ ടീം ഇടുമ്പോൾ ഇവർ രണ്ടുപേരിൽ ഒരാളെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, ഡ്യൂ ടു ദ പോയിന്റ് സിസ്റ്റം ഇൻ ഡ്രീം 11. അപ്പോൾ പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ 3rd ഡിഫീറ്റിലേക്കാണ് പോയിരിക്കുന്നത് ഇൻ 5 മാച്ചസ് അറ്റ് ചെൽസിയുമായിട്ടുള്ളൊരു മാച്ചിലായിരുന്നു തോറ്റത് എഗെയിൻസ്റ്റ്. അതുപോലെ അവരുടെ മാച്ചസ് നോക്കുവാണെങ്കിൽ അവരുടെ ലാസ്റ്റ് 12 മീറ്റിംഗ് അഗൈൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ 11 അവർ തോറ്റിട്ടുണ്ട്. ഒരു പോസിറ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 1-1 എന്നുള്ള രീതിയിൽ ഒരു ഡ്രോ പിടിച്ചായിരുന്നു. അത് മാത്രമാണ് ബേൺലിയെ സംബന്ധിച്ച് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റി അൺസ്റ്റോപ്പബിൾ ആണ് അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ അൺബീറ്റൻ ആണ് ഇൻ ദ ലാസ്റ്റ് 19 ഇൻ ഓൾ കോമ്പറ്റീഷൻ. അതുപോലെ they come into the trip Burnley in a 12 game running in all the competition including Premier League. So they have just lost once on the road this season. അതുപോലെ സിറ്റി ഹാസ് ഓൾറെഡി ബീറ്റൺ ബേൺലി അറ്റ് 12 മോർ. അഗൈൻ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, സെക്യൂറിങ് എ 3-0 ഓവർ ബേൺലി. പക്ഷേ സ്റ്റീൻ്റെ ഇച്ചിരി സൈഡ് ഒരല്പം സോളിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള വിൻസിലെല്ലാം മാക്സിമം വന്നിരിക്കുന്നത് ഹോമിൽ നിന്ന് തന്നെയാണ്. സോ സിറ്റിയുടെ മാച്ച് ഞാൻ അത്രയും ബേൺലിക്ക് ഫുൾ സപ്പോർട്ട് എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ദെയർ ഇസ് സം ചാൻസ് ഫോർ ബേൺലി. ഒരു 0-2 വിന്നാണ് ഞാൻ പ്രഡിക്ഷൻ പറയാൻ പോകുന്നത് ഇൻ ദ നോർമൽ സിനാരിയോ ഫോർ സിറ്റി. അപ്പോൾ GL ടിപ്പിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ടീമിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഗോളി എന്ന് പറഞ്ഞാൽ എൻ പോപ്പ് തന്നെയാണ്, വിത്തൗട്ട് എ ഡൗട്ട്. പിന്നെ ഡിഫൻഡേഴ്സിൽ വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ക്യാൻസലും എടുക്കുന്നുണ്ട്, റൂബൻ ഡയസിനെ എടുക്കുന്നുണ്ട്, അതുപോലെ ജോൺ സ്റ്റോൺസിനെ എടുക്കുന്നുണ്ട്. പിന്നെ കൈൽ വാർക്കർ കളിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കൈൽ വാർക്കറിനെയും എടുക്കുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഡിഫൻഡറിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് മിഡ്ഫീൽഡിലേക്ക് പോകാം. മിഡ്ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാദ് മാഹ്റസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോം ഔട്ട് ആണ്, ഇല്ലാന്ന് പറയുന്നത്. ബട്ട് എഗൻസ്റ്റ് ബേൺലി ഹി ഹാസ് ഗുഡ് റെക്കോർഡ്. സോ ഞാൻ പോകുന്നത് റിയാദ് മാഹ്റസിൻ്റെ കൂടെയാണ്. ഇനി സ്ട്രൈക്കേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം റഹീം സ്റ്റെർലിംഗ് അവരുടെ പ്രീമിയം എല്ലാവരും തന്നെ കളിക്കുന്നതാണ്. ഇനി നമ്മുടെ ഗബ്രിയൽ ജീസസ് കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഗബ്രിയൽ ജീസസിനെ അവിടെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 7 പ്ലേയേഴ്സിനെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദ് മാഹ്റസ് ഓൾവേസ് ഒരു റിസ്ക് ആണ്. സപ്പോസ് വേറെ ഏതെങ്കിലും പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം. ബട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ പോകുന്നത് റിയാദ് മാഹ്റസിൽ തന്നെയാണ്.
ഇനി ഞാൻ നമ്മുടെ ഓപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ്വുഡ് എന്തായാലും കളിക്കും. വെസ്റ്റ്വുഡ് നല്ലൊരു പ്ലെയറാണ്, മിഡ്ഫീൽഡിന് വേണ്ടി നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ്. അതുപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ടാക്കിൾസിനെല്ലാം. പിന്നെയുള്ള അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടുള്ള മെക്നൈലുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഹില്ലാണ്. പക്ഷേ ഞാൻ പോകുന്നത് ബ്രൗൺ ഹില്ലിലാണ്. ബ്രൗൺ ഹില്ലിൽ ഒത്തിരിയധികം പോയിന്റ്സ് സെക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈവൻ ദോ നമ്മൾ ഗോൾസ് ഒന്നും സ്കോർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം ലെവൻ പോയിന്റ് സിസ്റ്റം അനുസരിച്ചിട്ട് പോയിന്റ്സ് സെക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ജെ റോഡ്രിഗസ് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ആഷ്ലി ബേൺസ് കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടിൽ ആരെങ്കിലും പോകാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ സ്കോറിംഗ് ചാൻസസ് കമ്മി ആയതുകൊണ്ട് പോയിന്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രൗൺ ഹില്ലിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ ഡിഫൻഡറിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. അതായത് ടസ്കോസ്കിയുടെ പോയിന്റ് സിസ്റ്റം ഞാൻ കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ബെന്മി ഒത്തിരിയധികം ക്ലിയറൻസ് എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഒത്തിരിയധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്യും മാഞ്ചസ്റ്റർ സിറ്റി വിത്തൗട്ട് എ ഡൗട്ട്. അപ്പോൾ ക്ലിയറൻസിന് പോയിന്റ്സ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ടസ്കോസ്കിയും ഈക്വലി ഗുഡ് ആണ്. ടാക്കിൾസിനും അതുപോലെ തന്നെ ക്ലിയറൻസിനും ടസ്കോസ്കി ഉണ്ട്. ബട്ട് ബെന്മിക്ക് കുറച്ചും കൂടെ പോയിന്റ് അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെന്മിയിൽ പോകാം. പക്ഷേ സേഫ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ടസ്കോസ്കി പോവാം. 2 പേർക്കും പോയിന്റ് സിസ്റ്റം അല്ലെങ്കിൽ ആവശ്യത്തിന് പോയിന്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തൽക്കാലം പോയിരിക്കുന്നത് ടസ്കോസ്കിലാണ്, കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ക്യാപ്റ്റൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഡീഫോൾട്ട് ആയിട്ടും എല്ലാവരും എടുക്കാൻ പോകുന്നത് റാം സ്റ്റെർലിംഗിനെയാണ്. പിന്നെ വൈസ് ക്യാപ്റ്റൻ പോകാൻ പറ്റുന്നത് ഗബ്രിയൽ ജീസസ് ആണ്. കളിക്കുന്ന സമയത്ത് പ്ലേയിങ് ലെവൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മാറ്റാം ഗബ്രിയൽ ജീസസ്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് റയൽ മാഡ്രിഡ്സും നല്ല ഓപ്ഷനാണ്. പിന്നെ ഡയസ് നല്ല ഓപ്ഷനാണ്. ഇനി ഭയങ്കര റിസ്ക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടസ്കോസ്കിയും നല്ല ഓപ്ഷനാണ്. ബട്ട് ഗോൾസ് ഒത്തിരിയധികം സ്കോർ ചെയ്യും എന്നുള്ള തോന്നലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ സ്റ്റെർലിംഗ്, വൈസ് ക്യാപ്റ്റൻ ജെസൂസ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. GL വേണ്ടിയുള്ള സ്കോർസ് നിങ്ങൾ നോക്കിക്കോളൂ. ജസ്റ്റ് ഒരു ഫ്രെയിം ഒരു 5 സ്കോർസ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് 11 ടീമിന് വേണ്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗോൾ സ്കോർ എന്ന് പറഞ്ഞാൽ എവേ 1-2 എന്നുള്ള രീതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കും. ജസ്റ്റ് 1 ഗോൾസ് ബേൺലി സ്കോർ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജസ്റ്റ് 1 ഗോൾസിന് ജയിക്കാൻ പോകും. അതുപോലെ ഇത് നോർമൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ 0-2 എന്നുള്ള രീതിയിൽ സിറ്റി ജയിക്കും. ഇത് ഹൈലി റിസ്കി ആയിട്ടുള്ള 1-0 ഹൈലി റിസ്കി ആണ് ഈ ഒരു സ്കോർ ലൈൻ. ബട്ട് സ്റ്റിൽ നിങ്ങൾ GL ട്രൈ ചെയ്യുമ്പോൾ ഒരു ടീമെങ്കിലും ഹോമിൽ അഡ്വാൻറ്റേജ്, സ്പെഷ്യലി ബേൺലിയുടെ വിൻസ് എല്ലാം വന്നിരിക്കുന്നത് ഹോം ആയതുകൊണ്ടും ഹോമിൽ നിങ്ങൾ 1-0 എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുക. ഈവൻ ദോ സിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ഫുട്ബോൾ നിങ്ങൾ കളിക്കുമ്പോൾ 0-0 1-0 എന്നുള്ളൊരു കോമ്പിനേഷൻ എന്താണെങ്കിലും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് ഹൈ പ്രോബിലിറ്റി. നോർമലി ബേൺലി ആയിട്ടുള്ള മാച്ചസ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 4 ഗോൾസ് മിനിമം എന്നുള്ള രീതിയിലാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ആവറേജ് 24 ഗോൾസിൽ 4 ആവറേജ് ഉണ്ട്. സോ ആ ഒരു കാറ്റഗറിയിൽ 0-4 എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ബെന്മിയും ടസ്കോസ്കിയും ഗുഡ് പിക്കാണ് ബേൺലിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒത്തിരിയധികം പോയിന്റ്സിൽ കയറുന്നുള്ളത് കൊണ്ട് തന്നെ. ഡിഫൻസിൽ റിയാദ് മാഹ്റസ് ബേൺലിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2-3 ഗോൾസ് എപ്പോഴും സെക്യൂർ ചെയ്തിട്ടുണ്ട്, ഹോം ആണെങ്കിലും എവേ ആണെങ്കിലും. സോ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇവിടെ GL പിക്കിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫെറൻ ടോറസ് ആണ്. ഫെറൻ ടോറസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുക. കാരണം എഗൻസ്റ്റ് ബേൺലി സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ടോറസ് സ്കോർ ചെയ്തിട്ടുണ്ട്. മഹറേസ് ബേൺലിക്കെതിരെയുള്ള റെക്കോർഡ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. ഒരു ഹാട്രിക് ഇൻക്ലൂഡിങ് ഹാട്രിക് ഉണ്ട് ബേൺലിക്കെതിരെ. സോ ഇപ്പോഴും ഫോമിൽ റീൽ ചെയ്യുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് മഹറേസ് യു ക്യാൻ ട്രൈ. അതുപോലെ ബെർണാർഡോ സിൽവ സെയിം തന്നെയാണ്. ഇനി ഓപ്പോസിഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നത് ബ്രാഡിയാണ്. ബ്രാഡി എഗൻസ്റ്റ് ഒരൊറ്റ ഗോൾ മാത്രമേ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ബേൺലി ഇതുവരെ സെക്യൂർ ചെയ്തിട്ടുള്ളൂ. ആ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ബ്രാഡിയാണ്. എന്ന് വെച്ചിട്ട് ബ്രാഡിയെ ഇടണം എന്നുള്ളതല്ല, ബട്ട് ബ്രാഡിയെ ഒരു വെറൈറ്റി പിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പൊസിഷൻ വളരെയധികം എൻകറേജിങ് ആണ്. ആഷ്ലി ബേൺസ് അല്ലെങ്കിൽ റോഡ്രിഗസിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ടീമിൽ ഹോം 1-0 എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആഷ്ലി ബേൺസിനോ റോഡ്രിഗസിനോ നിങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ട്രൈ ചെയ്യാൻ പോകരുത്, കാരണം ഗോൾസ് കയറുന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടാൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും ബൈ.